കൊല്ലം കരുനാഗപ്പള്ളിയിൽ അമ്മയും 2 മക്കളെയും കാണാതായിട്ട് 22 ദിവസമാകുന്നു. കല്ലേലി ഭാഗം സ്വദേശി ഇജാസിന്റെ ഭാര്യ അഞ്ജു രാജിനെയും മക്കളെയുമാണ് കാണാതായത്. കുടുംബവഴക്കിന് പിന്നാലെ അഞ്ജു വീട് വിട്ടിറങ്ങുകയായിരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഭർത്താവ് ഇജാസ്. തിരുവനന്തപുരത്തും ഗുരുവായൂരിലുമൊക്കെ ഇവരെ കണ്ടതായ സൂചനയുണ്ട്. വി ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കരുനാഗപ്പള്ളി കല്ലേലി സ്വദേശിനി അഞ്ജു വീട് വിട്ടിറങ്ങിയിട്ട് ഇന്നേക്ക് 22 ദിവസം പിന്നിടുകയാണ്. 2 മക്കൾക്കൊപ്പമാണ് ഇവർ വീട്ടിൽ നിന്നും പോകുന്നത്. ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു താമസം. ആ വീട്ടിന് മുന്നിലാണ് നമ്മളുള്ളത്. ഭർത്താവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. 22 ദിവസങ്ങൾക്ക് മുമ്പാണ് 2 പൊടിക്കുട്ടികളുമായി അഞ്ജു വീട് വിട്ട് ഇറങ്ങുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പുറത്തായിരുന്നു ആ ഒരു പോക്ക്? ഈ 1-ാം തീയതിയാണ് വീട് വിട്ട് ഇറങ്ങിയത്. അപ്പോൾ അതിൽ ഒരു 2 ദിവസത്തേക്ക് മുന്നേ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു സംസാരം ഉണ്ടായി. അതിനുശേഷം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം എന്നോടുള്ള ആ ഒരു ദേഷ്യത്തിലായിരിക്കാം 1-ാം തീയതിയാണ് ഇവിടുന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്കൂളിൽ പോയി. പിന്നെ ഇതുവരെ കണ്ടെത്താൻ നമുക്ക് പറ്റിയിട്ടില്ല. പിന്നീട് പോലീസിൻ്റെ കണ്ടെത്തലിൽ ആള് കരുനാഗപ്പള്ളി ചെന്ന് KSRTCയിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതായിട്ടും പിന്നീട് അവിടുന്ന് എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് അറിയത്തില്ല. പിന്നെ 4-ാം തീയതി പത്രത്തിൽ പരസ്യം ചെയ്തായിരുന്നു. അപ്പം പത്രവാർത്ത കണ്ടുകൊണ്ട് 3-ാം തീയതി ശംഖുമുഖം ബീച്ചിൻ്റെ അവിടെ വെച്ച് കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതും പോലീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നീട് 9-ാം തീയതി നമ്മുടെ ഭീമാ പള്ളിയുടെ അവിടെയൊക്കെ കണ്ടതായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇന്നലെ ഗുരുവായൂർ ബസ് ഇറങ്ങിയതായിട്ട് ഒരു ബസ്സിലെ കണ്ടക്ടർ വിളിച്ച് പറയുകയുണ്ടായി. ഈ സ്ഥിരീകരിക്കാത്ത അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നുള്ള വിവരം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ആളെ കണ്ടെത്താനോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് സുരക്ഷിതമായി എന്താണ് അവർ പോകാനുള്ള കാരണം ഒന്നും അറിയാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അല്ലേ? പറ്റിയിട്ടില്ല. ഇതുവരെ പോലീസിൽ ഞാൻ എപ്പോഴും അന്വേഷിക്കുമ്പോൾ അവർ തിരക്കുന്നുണ്ട്, അവർ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒന്നും ഫോണില്ല, പിന്നെ മൊബൈൽ ഉപയോഗിക്കുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേറെ ആർക്കെങ്കിലും ഈ പ്രാദേശിക പോലീസ് സ്റ്റേഷനിലല്ലാതെ മറ്റ് പരാതികളോ അങ്ങനെ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് 1-ാം തീയതിയാണ് മിസ്സായത്. പിന്നെ 5-ാം തീയതി ആയിട്ടും കണ്ടെത്താത്തതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പോസ്റ്ററുകളും പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നുള്ളത് മാത്രമേ കിട്ടുന്നുള്ളൂ. നമുക്ക് ഒരു വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു കരുനാഗപ്പള്ളി പോലീസ് അന്വേഷിക്കുന്നതിനപ്പുറത്തേക്ക് ഈ അന്വേഷണം വ്യാപിക്കുന്നില്ല. അതിന് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് എത്രയും വേഗം ഈ അന്വേഷണം കാര്യക്ഷമമാക്കണം. എന്തായാലും വാർഡ് മെമ്പർ കൂടിയാണ് നമ്മളോട് സംസാരിച്ചത്. അഞ്ജു എന്തിന് വീട് വിട്ടിറങ്ങി, അഞ്ജുവിനും കുട്ടികൾക്കും എന്ത് സംഭവിച്ചു, അതാണ് ഈ കുടുംബത്തിന് അറിയുന്നത്. കേരള പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പല സംശയങ്ങൾ പലയിടത്ത് കണ്ടു എന്ന് പറയുന്നു. കേരള പോലീസ് ഒന്നിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അഞ്ജുവിനെയും 2 പൊടിക്കുട്ടികളെയും കണ്ടെത്താൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അതിനൊരു ഇടപെടൽ ഈ വാർത്തയിലൂടെയെങ്കിലും ഉണ്ടാകട്ടെ. കൊല്ലത്തുനിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ വി ജയശങ്കർ. ഇത്രയധികം CCTV ക്യാമറകളൊക്കെയുള്ള ഇടത്ത് നിന്ന് നമ്മൾ നോക്കൂ, ഇപ്പം വാഹനാപകടങ്ങളോ അങ്ങനെ മറ്റു പലതുമായി ബന്ധപ്പെട്ടും CCTV ദൃശ്യങ്ങളാണ് പലപ്പോഴും കിട്ടുന്നത്. ഇത്രയധികം CCTV ഒക്കെയുള്ള ഇടത്ത് ഒരു അമ്മയും 2 മക്കളും എവിടെയാണ് പിന്നീട് പോയത് എന്നുള്ളതാണ് ചോദ്യം. കുഞ്ഞുങ്ങൾ അടക്കം ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. എത്രയും പെട്ടെന്ന് അന്വേഷണം ഊർജിതമാക്കേണ്ടതുണ്ട്.